ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ നിലയ്ക്ക് വിവേചനത്തോടെ ആളുകളെ സമീപിക്കുക, ഭരിക്കുന്ന പാർട്ടിയുടെ ഫ്രണ്ട്സിനെ ഒന്നും തൊടാതിരിക്കുകയും മറ്റുള്ളവരെ വേട്ടയാടി പിടിക്കുകയും ചെയ്യുക, ഒന്നുകിൽ അവരിൽ നിന്ന് സാമ്പത്തിക സഹായം ഈടാക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരെ പാർട്ടിയുടെ ഭാഗമാക്കുക പോലെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യത തകർന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഏജൻസികളാണ്. ഏതൊക്കെയാണ്? ഇഡിയും IT ഡിപ്പാർട്ട്മെൻറ്റും. അവർ പണിയെടുക്കുന്ന മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? BJPയുടെ രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടാനാണ്, അവരെ ബുദ്ധിമുട്ടിക്കാനാണ് എന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ നിരന്തരമായ ഇവൻസിലൂടെ നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് സതുദ്ദേശത്തോടെയാണ് ഈ സംഘം അവിടെ പോയി പെരുമാറിയെന്ന് വിചാരിക്കാൻ തൽക്കാലം നമ്മുടെ മുമ്പിൽ നിവൃത്തിയൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ CJ റോയിയെ കാണാനും അദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അദ്ദേഹത്തെ പിടിക്കാനും പോയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ താല്പര്യമാണോ അതോ ഉദ്യോഗസ്ഥരുടെ താല്പര്യമാണോ നമുക്കറിയില്ല. ഉദ്യോഗസ്ഥർ, ഞാൻ പറയട്ടെ, ഇപ്പം ഈ അരുൺ ഇപ്പോൾ ഒരു EDയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് എന്ന് കരുതുക. അപ്പോൾ രാഷ്ട്ര സേവനം, നിയമപരമായിട്ടുള്ള സംഗതികൾ ചെയ്യൽ, ഇതൊക്കെ ആഗ്രഹിച്ചാണ് ED ചെല്ലുന്നത്. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായി മനസ്സിലാക്കുന്നു, എൻ്റെ പണി എന്ന് പറഞ്ഞാൽ മോദിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വേട്ടയാടുന്ന ഒരു വേട്ടനായയാണ് ഞാൻ. എനിക്ക് നിയമമൊന്നും നോക്കിയൊന്നും ചെയ്യാനൊന്നുമില്ല. നിയമപരമായിട്ടാണ് എനിക്ക് അംബാനിയുടെ വീട്ടിൽ പോകണം, അദാനിയുടെ വീട്ടിൽ പോകണം, ജിൻഡാൽ ഗ്രൂപ്പിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് മറ്റ് പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങാനുണ്ട്. അവിടെ ഒന്നും എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് കയറാൻ പറ്റുന്നത് മുഴുവൻ എവിടെയാണ്? സാബു ജാക്കബിൻ്റെ വീട്ടിൽ കയറാം. പക്ഷേ അപ്പോൾ സാബു ജാക്കബ് പെട്ടെന്ന് എന്ത് ചെയ്തു? ദേശീയതയിലേക്ക് കടന്നു വന്നാൽ പിന്നെ സാബുവിനെ തൊടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതിന് പുറത്തു പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി പോകും, അല്ലെങ്കിൽ നിങ്ങളും കറപ്റ്റഡ് ആവും. അതെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഞങ്ങളെ വെച്ച് കളിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊരു കളി കളിച്ചുകൂടെ എന്ന് ചിന്തിച്ചുകൂടെ? 2015 മുതലുള്ള IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവാദങ്ങളുടെ കഥ നിങ്ങൾ സെർച്ച് നോക്കി കാണാൻ പറ്റും. എത്ര ഓഫീസർമാർ അറസ്റ്റിലായിട്ടുണ്ട്, എത്ര അഴിമതി ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. വൻകിടക്കാരെ കിട്ടിയാൽ രാഷ്ട്രീയ യജമാന്മാർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരു പ്ലേ എടുക്കാമെന്ന് അവർക്ക് തോന്നാം, സമ്മർദ്ദം ഉണ്ടാക്കാം, പൈസയ്ക്ക് വേണ്ടി വാദിക്കാം. ആരെയും പിടിക്കാൻ ഏജൻസികൾക്ക് പറ്റും. ഒന്നാമത്തെ കാര്യം, EDയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട, ED ഒരു പല്ലും നഖമുള്ള ഏജൻസിയാണ്. പരിധി വിട്ട് പെരുമാറാൻ കഴിയുന്ന തരത്തിൽ വിചിത്രമായ നിയമാധികാരങ്ങളുള്ള ഒരു സ്ഥാപനമാണ് ED. ഈ മോദി സർക്കാർ വന്നതിന് ശേഷം അമെൻഡ് ചെയ്തിട്ടുള്ള PMLA നമുക്കറിയാം, ഗുരുതര സ്വഭാവമുള്ളതാണ്. കോടതി അതിന് കംപ്ലീറ്റായി വകവെച്ച് കൊടുത്തിരിക്കുന്നതാണ് അതിന് നിയമ സംവിധാനം. കാരണം അരുണിനെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ അരുൺ കുഴപ്പക്കാരനല്ല എന്ന് അരുൺ ബുദ്ധിമുട്ടി സ്ഥാപിക്കണം. അതിനു മുമ്പ് ഒരു 6 മാസം ഓൾറെഡി അരുൺ ജയിലിൽ കിടന്ന് കാണും. കേരളത്തിലെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ജയിലിൽ പോയി കിടന്ന് നമുക്കറിയാമല്ലോ. ബിസിനസ് ചെയ്യുന്നതിന്, റിയൽ എസ്റ്റേറ്റ് കച്ചവടം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏർപ്പാടുകൾ ചെയ്യുന്നതിനെല്ലാം ചില ലാക്കുകളുണ്ട്. അതിൽ നിയമത്തിൻ്റെ സമ്പൂർണ്ണത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. നിയമം അത്രയും സങ്കീർണമാണ്. ആ സങ്കീർണമായ നിയമം എന്ന് വെച്ചാൽ പൂർണ്ണമായും അതിനോട് മാച്ച് ആയിക്കൊണ്ട് ബിസിനസ് ചെയ്യുക സാധ്യമല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പിടിക്കാനായിട്ടൊരു ഏജൻസി വന്നാൽ, ED വന്നാൽ, IT വന്നാൽ നിങ്ങളെ പിടിക്കാൻ പറ്റും.